ഞാൻ ജനിച്ചത് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ തീവണ്ടിയില്ല. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ സ്വപ്നം തീവണ്ടിയിൽ യാത്ര ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഒരു ട്രെയിൻ കയറണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആലുവയിൽ വരണം അല്ലെങ്കിൽ തൃശ്ശൂർ വരണം. അപ്പോൾ അത് അപൂർവമായിട്ട് സംഭവിക്കാറുള്ളൂ. ഞാൻ ബസ്സിൽ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് ശരിക്കും പറയണമെങ്കിൽ ഒരു ദീർഘദൂര തീവണ്ടി യാത്ര ആദ്യമായിട്ട് നടത്തുന്നത്. അത് മദ്രാസിലേക്കാണ്. അത് ത്രാസം എന്ന് പറയുന്ന എൻ്റെ അമ്മാവൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത സിനിമയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സിനിമ തുടങ്ങാനുള്ള ഒരു ആലോചനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ സത്യത്തിലൊരു ദീർഘദൂര യാത്ര കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം നടത്തുന്നത്. മദിരാശി എന്ന് പറയുന്ന സിനിമയുടെ ലോകത്തേക്കാണ്. കോടമ്പാക്കം എന്ന് പറയുന്ന എന്താ പറയുക, എല്ലാവരുടെയും സിനിമ മോഹിക്കുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നഭൂമിയായ കോടമ്പാക്കത്തിലെയും പിന്നീട് കോടമ്പാക്കത്തേക്കുള്ള യാത്രകൾ അല്ലെങ്കിൽ മദ്രാസിലേക്കുള്ള യാത്രകളിലാണ് എൻ്റെ തീവണ്ടി യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് അന്ന് കൊടുങ്ങല്ലൂർ താമസം, അവിടെ നിന്ന് ആലുവയിൽ അല്ലെങ്കിൽ തൃശ്ശൂർ വരും. അതുവരെ ബസ് കയറി വന്ന് അവിടെ തീവണ്ടി സ്റ്റേഷനുകളിലുള്ളൊരു കാത്തിരിപ്പുണ്ട്. അത് അന്ന് എന്താ പറയുക, പലപ്പോഴും റിസർവേഷൻ ഉണ്ടാവില്ല. ജനറൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് ആയിരിക്കും വലിയ പെട്ടിയൊക്കെ താങ്ങി. പിന്നെ കുറേ കാലം മദ്രാസിലായിരുന്നു ഞാൻ സ്ഥിര താമസം. അപ്പോൾ 4-5 മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ തിരിച്ചു പോകുമ്പോഴേക്കുള്ളൊരു യാത്രകളാണ്, റിസർവേഷൻ ഇല്ലാണ്ടുള്ള യാത്ര. അതിനുശേഷം ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം വൈഫിന് പൊന്നാനിയിൽ ജോലി കിട്ടി, കോളേജ് ലെക്ചറായിട്ട്. അവിടെ താമസിക്കുമ്പോഴും അവിടെയും പൊന്നാനിയിൽ നിന്ന് കുറ്റിപ്പുറത്ത് കുറേ ദൂരം യാത്ര ചെയ്ത് കുറ്റിപ്പുറത്ത് ചെന്നിട്ട് അവിടെ നിന്നാണ് ട്രെയിൻ കയറുക. അപ്പോൾ അങ്ങനെ പലപ്പോഴും എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തി ഈ യാത്രകൾ നമ്മുടെ സ്വപ്നങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്, സത്യത്തിൽ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ ഭരതേട്ടൻ്റെ കൂടെയും PN മേനോൻ സാറ്, സർ സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിലേക്കൊക്കെ എന്നെ നയിച്ചത് സത്യത്തിൽ എൻ്റെ ലൈഫിൻ്റെ ഒരു വഴികാട്ടി എന്ന് പറയുന്ന ഒരാൾ ശ്രീ ജോൺ പോളാണ്, തിരക്കഥാകൃത്ത് ജോൺ പോൾ. ഞാൻ സിനിമയിൽ സത്യത്തിൽ വളരെ പ്രമുഖരായിട്ടുള്ള സംവിധായകരുടെ കൂടെ ഒന്നും ജോലി ചെയ്യാതെ സാധാരണ ചില സംവിധായകരുടെ കൂടെയൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ജോൺ പോളാണ് എന്നെ ആദ്യമായിട്ട് PN മേനോൻ്റെ കൂടെ ജോലി ചെയ്യും. അതിനുശേഷം ഭരതേട്ടൻ്റെ കൂടെ ആക്കി തരുന്നു, സർ സാറിൻ്റെ കൂടെ ആക്കി തരുന്നതൊക്കെ അങ്കിളാണ്. ഞങ്ങളൊക്കെ അങ്കിൾ എന്നാണ് വിളിക്കുക അദ്ദേഹത്തെ. അപ്പോൾ അങ്കിള് തിരക്കഥ എഴുതിയിട്ട് ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ അങ്കിളുമായിട്ട് പലപ്പോഴും പല കഥകൾ സംസാരിക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കഥ ഞാൻ അങ്കിളിൻ്റെ അടുത്ത് പറയുന്നു. അതാണ് ആരോരും അറിയാതെ എന്ന് പറയുന്നത്. പിന്നീട് സർ സാർ സിനിമയാക്കി. അതാണ് സത്യത്തിൽ ഞാൻ ചെയ്യേണ്ട ആദ്യത്തെ സിനിമ. ആ സിനിമയുടെ കഥയുടെ ആലോചനയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, കൊച്ചിയിലുള്ളൊരു സുഹൃത്ത്, ഞാനത് നിർമ്മിച്ചോളാം എന്ന് പറഞ്ഞ് വന്നു. എൻ്റെ അതേ പ്രായമുള്ളൊരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ആവേശം കയറി. ഞാൻ ജോൺ പോളിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്കിളും പറഞ്ഞ് നമുക്ക് എന്നാൽ മുന്നോട്ട് പോകാം. അപ്പോൾ അന്ന് അതിൽ 3 വയസ്സന്മാരുടെ കഥയാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അന്ന് അതിൽ ആലോചിച്ചിരുന്നത് നസീർ സാറ്, തിലകൻ ചേട്ടൻ, പിന്നെ ഗോപിച്ചേട്ടൻ, കൊടിയേറ്റൻ ഗോപി, 3 പേരാണ് ആദ്യം ഞങ്ങൾ ഈ 3 വയസ്സന്മാരായിട്ട് ആലോചിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രേം നസീറിൻ്റെ അടുത്ത്, നസീർ സാറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കഥ പറയുകയും അദ്ദേഹത്തിന് കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം പൊളിറ്റിക്സിൽ ഇറങ്ങാനുള്ളൊരു, കോൺഗ്രസ്സിൽ ഇറങ്ങാനുള്ളൊരു ആലോചനയായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഈ നിർമ്മിക്കാന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഫാദർ PM സേത്, അദ്ദേഹം കൊച്ചിയിൽ വളരെ അറിയപ്പെടുന്നൊരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അപ്പോൾ അദ്ദേഹം നസീർ സാറുമായിട്ട് എവിടെയോ വെച്ചിട്ട് മീറ്റ് ചെയ്യുകയും എൻ്റെ മകൻ ഇങ്ങനെ സിനിമ എടുക്കാൻ പോകണമെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ നസീർ സാറ് അദ്ദേഹത്തിൻ്റെ ശുദ്ധഗതി കൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞു, അല്ല മകൻ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പയ്യനല്ലേ, അവനൊക്കെ ഇപ്പോൾ സിനിമ എടുക്കാനായിട്ട് നിർമ്മാതാവായിട്ടൊക്കെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊക്കെ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പോരെ, അതുമാത്രമല്ല സംവിധാനം ചെയ്യുന്ന ആൾ പുതിയ ആളല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ആദ്യത്തെ ഒരു എന്താ പറയുക സിനിമ നടക്കേണ്ടി വരുന്നത്, നസീർ സാർ ആ സിനിമയിൽ അഭിനയിക്കാതെ എൻ്റെ അടുത്ത് പറയുകയും എല്ലാം നസീർ സാർ താല്പര്യത്തോടുകൂടി കഥയൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തതിന് ശേഷവും അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയൊരു കമൻറ്റും ഉണ്ട്. ആ സിനിമ മുടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ ആ മുടങ്ങിയ ദിവസം അത് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ നസീർ സാറിന് അഡ്വാൻസ് കൊടുക്കാനായിട്ട് ഈ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഒരു ദിവസം പോലെ ജോൺ പോൾ പറഞ്ഞിട്ടാണ് അത്. അദ്ദേഹം ജോൺ പോൾ മദ്രാസിലുണ്ട് ആ സമയത്ത്, നസീർ സാറ് മദ്രാസിലുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ജോൺ പോൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി മദ്രാസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പോയിട്ട് പ്രേം നസീറിനെ കാണാൻ അഡ്വാൻസ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത്, എനിക്ക് ഓർമ്മയുണ്ട്, ഏതൊരു 16-ാം തീയതിയാണ്. അപ്പോൾ അന്ന് വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത്, ഈ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്ന ആളും ഞാനും ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത്, ഞാൻ ഇതേപോലെ ട്രെയിൻ കയറണമെന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ നിന്ന് എറണാകുളത്തേക്ക് വരണം. അപ്പോൾ എറണാകുളത്തേക്ക് വന്ന് പെട്ടിയൊക്കെ ഇട്ട് ഞങ്ങളുടെ കോമൺ ഫ്രണ്ടായ ഒരാളുടെ റൂമിൽ വന്ന് പെട്ടിയൊക്കെ വെച്ചിരുന്നത് ഈ സുഹൃത്തിന് വേണ്ടി കാത്തു നിൽക്കുക, പ്രൊഡ്യൂസർക്ക് വേണ്ടി. അപ്പോൾ ട്രെയിനിൻ്റെ ടൈമായിട്ട് ഇദ്ദേഹം വരുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഈ കോമൺ സുഹൃത്തിന് അറിയാം അത് നടക്കില്ല എന്ന്. പക്ഷെ അദ്ദേഹത്തിന് എന്നോട് പറയാനുള്ളൊരു മടി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ പുള്ളി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരു അടുത്തുള്ള ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ചായയൊക്കെ വാങ്ങിച്ചു തന്നിട്ടാണ് ഈ കോമൺ സുഹൃത്ത് പറയുന്നത് അവൻ വരാൻ പോകുന്നില്ല ആ പടമെടുക്കൽ എന്നുള്ള പ്രോജക്റ്റ്, എല്ലാം അവൻ്റെ ഐഡിയ ഉപേക്ഷിച്ചു, അവൻ്റെ ഫാദർ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ പടം മുടങ്ങി പോകുന്നത്. ആ ഒരു പിന്നെ എനിക്ക് പെട്ടെന്നൊരു ശൂന്യതയാണ് തോന്നിയത്, എന്താ സംഭവിക്കാൻ പോണേ ഇനി ലൈഫിൽ എന്നുള്ളൊരു ഇതായി കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ വല്ലാത്തൊരു വിഷമം തോന്നി.
അപ്പോൾ വീട്ടിൽ നിന്ന് ആദ്യത്തെ സിനിമ ചെയ്യാൻ വേണ്ടി വാപ്പയുടെ ഉമ്മയുടെയൊക്കെ അനുഗ്രഹം വാങ്ങി ഭാര്യയോടൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് പെട്ടിയൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാനായിട്ട് എനിക്ക് മനസ്സ് അനുവദിക്കുന്നില്ല. എന്താ ചെയ്യാന്നുള്ളൊരു ദുഃഖത്തോട് വിഷമത്തോടുകൂടി ഞാൻ എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മദ്രാസിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ മദ്രാസിലേക്ക് പോകണോ, ജോൺ പോളിനെ പോയി കാണണോ, അതോ തിരിച്ചു പോകണോ എന്നുള്ളൊരു അങ്കലാപ്പിൽ ഈ മദ്രാസിലേക്കുള്ള കൊച്ചിൻ എക്സ്പ്രസ്സാണ്, ആലപ്പി എക്സ്പ്രസ് ഇപ്പോൾ പറയുന്നത്, അന്ന് കൊച്ചിൻ എക്സ്പ്രസ്, അതങ്ങ് കടന്നുപോയി. അതിന് ഞാൻ പോയില്ല, ആ ടിക്കറ്റ് വേസ്റ്റ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് ഞാൻ രാത്രി 1 മണി വരെ അവിടെ ഇരുന്നു. ആ ഇരിപ്പിനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്, എൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതാണ് സംഭവം. അന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ച് സിനിമ ഉപേക്ഷിക്കുക, തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഒരു പാസഞ്ചർ ട്രെയിനിൽ കയറിയിട്ട്, അപ്പോൾ എൻ്റെ വൈഫിൻ്റെ വീട് ഇരിഞ്ഞാലക്കുടയാണ്. അവിടെ ഇരിഞ്ഞാലക്കുട കല്ലേറ്റുംകര എന്ന് പറഞ്ഞാൽ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും അവിടെ നിന്ന്, അപ്പോൾ രാത്രി ലേറ്റായിട്ട് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കല്ലേറ്റുംകരയിൽ നിന്ന് ഇരിഞ്ഞാലക്കുട വരാൻ പോകാനുള്ള ബസ്സില്ല. അവിടെ നിന്ന് നടന്നു, ഞാൻ ഒരു ഫീൽഡിൽ നടന്നു. അപ്പോൾ നല്ല മഴയും ചാറുന്നുണ്ട്. ഇങ്ങനെ ഈ ചാറ്റൽ മഴയത്ത് നടന്ന് വീട്ടിലെത്തിയപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സിനിമ നിർത്തുകയാണ്, എനിക്ക് വയ്യ, ഇനി സിനിമ എന്ന് പറഞ്ഞുള്ള പരിപാടിക്ക് എനിക്ക് പറ്റില്ല, ഞാൻ വേറെ എന്തെങ്കിലും പഠിക്കും. അല്ലെങ്കിൽ വാപ്പ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു ഗൾഫിൽ പോകുന്നു. അപ്പോൾ ഗൾഫിലേക്ക് പോകാൻ പോകണമെന്നുള്ള ധാരണയിൽ നിന്ന് വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു രാത്രി. അപ്പോൾ ഞാനൊന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി 2 മണി 2:30 ഉണ്ടാവും. കിടന്നു കഴിഞ്ഞപ്പോൾ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും സിനിമയിലേക്ക് പോട്ടെ, നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ പോണ്, നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ. അതായത് വൈഫ് ഗർഭിണിയാണെന്നുള്ള വിവരം എൻ്റെ അടുത്ത്. കാരണം അന്ന് മൊബൈലൊന്നും ഇല്ല, വിളിച്ചു പറയാനൊന്നും പറ്റില്ല ഈ സാധനം. ആ വിവരം പറയുന്ന ഒരു മൊമെൻറ്റിനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് സത്യത്തിൽ എനിക്ക് വീണ്ടും ഒരു ആ ഒരു വല്ലാത്ത വികാരം. അപ്പോൾ എനിക്ക് തോന്നി, പിറ്റേന്ന് കാലത്ത് എണീറ്റപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്തായാലും എൻ്റെ വഴിയെന്ന് പറയുന്നത് സിനിമ തന്നെയാണ്, എനിക്ക് വേറൊരു തൊഴിലും അറിയില്ല. ഇനിയിപ്പോൾ വേറൊരു തൊഴിൽ പഠിച്ച് അതിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമില്ല. അങ്ങനെ ഞാൻ അടുത്ത ദിവസം വീണ്ടും മദ്രാസിലേക്ക് പോയി. പോവല്ല, പെട്ടെന്ന് അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഡേ ജോൺ പോളിൻ്റെ ടെലഗ്രാമാണ് വരുന്നത്. അന്ന് ടെലഗ്രാം വരുന്നത് അത്യാവശ്യമായിട്ട് മദ്രാസിലെത്താൻ പറഞ്ഞിട്ടാണ് എനിക്ക്. അങ്ങനെ ഞാൻ മദ്രാസിൽ ചെന്നപ്പോൾ അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ തൽക്കാലം ആ പ്രോജക്റ്റ് നടക്കില്ലെങ്കിലും നമുക്ക് ഇനിയും കഥകളും നമുക്ക് ഇനിയും സിനിമകളും ഉണ്ടാവുമല്ലോ, ഇതൊന്നും ഒരു അവസാനമില്ല. ഈ കഥ പെട്ടെന്ന് സിനിമയാക്കാനായിട്ട് സേതുമാൻ സാറ് ആഗ്രഹിക്കുന്നുണ്ട്. സേതു സാറിൻ്റെ അടുത്ത് ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മധു സാറിൻ്റെയും സുഹാസിനി ഇവരുടെയൊക്കെ ഡേറ്റ് ഉണ്ട്, അദ്ദേഹം വേറൊരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ച ഡേറ്റാണ്. അപ്പോൾ പെട്ടെന്ന് തുടങ്ങാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട്, ജോൺ പോൾ പറഞ്ഞു, എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് ഞാനിത് സേതു സാറിൻ്റെ അടുത്ത് കഥ പറഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി, നിന്നെ കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് അർജൻറ്റായിട്ട് വരാൻ പറഞ്ഞത്. അങ്ങനെ അങ്കിൾ എന്നെ സേതു സാറ് വീട്ടിൽ കൊണ്ടുപോയി. അന്ന് തന്നെ ആരോരും അറിയാതെന്ന് പറയുന്ന ആ കഥ സേതുമാൻ സാറ് സംവിധാനം ചെയ്തെന്നുള്ള രീതിയിൽ തീരുമാനിക്കപ്പെടുകയും അടുത്ത മാസം അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് ചെയ്തത്. വീണ്ടും ഞാൻ സിനിമയിൽ അത് എൻ്റെ വഴി വേറെയാണെന്ന് വെച്ചിട്ട് പോകുന്നു. ഒരു പക്ഷേ അത് നല്ലതായിരിക്കാം. പിന്നീട് അധികം വൈകാതെ തന്നെ ഞാൻ മറ്റൊരു സിനിമ, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സിനിമ ഉണ്ടാകുകയും അത് ജോൺ പോൾ തന്നെ തിരക്കഥ എഴുതിയിട്ട് മോഹൻലാൽ നിർമ്മിക്കുകയൊക്കെ ചെയ്തു. മെഴുനീർപ്പൂകൾ എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുകയും ചെയ്തു.